ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിസാർക്കയും നോഫൽക്കയും ഇല്ല, ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. കൂടുതൽ എൻ്റെ ഉമ്മയുണ്ടായിരുന്നു. അനീഷ്കാക്ക ഫാമിലി ഓട്ടോയിലാട്ടോ വരുന്നത്. അവരുടെ കൂടാണ് എൻ്റെ ഉമ്മയും നിസാർക്കൻ്റെ ഉമ്മയും വരുന്നത്. അപ്പോൾ ഷാനിക്ക് ഫാമിലി അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഷാനിക്ക് ഫാമിലി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ ഓട്ടോയിൽ അനിസ്കാക്കയും ഫാമിലി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസാർക്കയ്ക്ക് ഇന്ന് പ്രോഗ്രാമുള്ള കാരണം നിസാർക്ക് ഇന്ന് ബീച്ചിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലാനിതാ ഇവിടെ കടലൊക്കെ ആസ്വദിച്ച് ടീ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റ് ഇവിടെ ചായ ഒന്നും കുടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചായ ഫ്ലാസ്കിലാക്കി ഞങ്ങൾ വന്നതായിരുന്നു ഇലാനിക്കുള്ളത്. പിന്നെ ഇതാ ഉമ്മ സിദ്ധിനാഥ എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളടുത്ത ഒരാളും കൂടെ എത്താനുണ്ട്. ആളെ വെയിറ്റ് നമ്മൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന ആളെത്തി കേട്ടോ. ഇതാണ് എൻ്റെ മൂന്നാമത്തെ മൂത്തച്ചി. അപ്പം നമ്മളെല്ലാവരും ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ എന്താ പറയുക നേരെ വട്ടറോഡ് ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നേരെ എല്ലാവരും കൂടെ വട്ടറോഡ് ബീച്ചിലേക്ക് വിട്ടിട്ടോ. നിസാർക്കൊക്കെ ഇന്ന് പ്രോഗ്രാമുള്ള കാരണം നിസാർക്ക് നമ്മളെ കൂടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇന്ന് എന്താ പറയുക സൺഡേ ആയതുകൊണ്ടൊരു ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ എൻജോയ്മെൻ്റ് ആവല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വട്ടറോഡ് ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ ഓരോ വഴിക്ക് പോയിട്ടോ. പിന്നെ ആരും കാണുന്നില്ല, എല്ലാവരും ഓരോ വഴിക്ക് നീങ്ങി. ഇല്ല ആ പോര് ഈ സംഭവം എന്തായാലും ഇലാൻക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇലാൻ ഇതൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അടുത്തത് എല്ലാവരും കടലിൽ കളിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇലാൻക്കൊക്കെ ഭയങ്കര സന്തോഷം കടലിൽ കളിക്കാൻ വേണ്ടി. എല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ. ഇലാനൊന്നും കടലിൽ നിന്നും കൂടെ കയറുന്ന തന്നെ ഇല്ല. കടലിൽ കളിക്കാനുള്ള പൂതി ഇലാൻ്റെ തിന്ന് തീർന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് ഇന്ന് കടലിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ പോകണ്ടോ കുട്ടികളൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ദാനും യാസീനും ദിലും എബു ഇലാനും എല്ലാവരും. പിന്നെ ഞങ്ങളെ രീതിയിൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളും എന്താ പറയുക കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ ഉമ്മനെ എൻ്റെ വീട്ടിൽ ഇറക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ അവിടെ പോകുന്ന വഴി അവിടെ ഓട്ടോയിൽ ഇറങ്ങി. കാക്കൻ്റെ ഓട്ടോറിക്ഷയിലായിരുന്നു
എല്ലാവരും വന്നത്. പോകുമ്പോൾ ഞാനും ഇക്കാക്കൻ്റെ ഓട്ടോയിൽ കയറി, സർക്കയില്ലാത്തത് കാരണം. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എല്ലാരും ഇങ്ങോട്ട് നോക്കൂ. ഇതിനകത്ത ഇങ്ങോട്ട് നോക്ക്. താത്താത്ത ഇല്ല ഇങ്ങോട്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ മോർണിംഗ് വൈബ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.